ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം 1 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 8-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. രാജാവിനു വേണ്ടി മുറവിളി. സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബെർഷബയിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരുക. ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരുക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവരെന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. ആയിരങ്ങളുടെയും അമ്പതുകളുടെയും അധീപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴുവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവർ അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരികളുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശമെടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും, എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. സാമുവേലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം, ഞങ്ങൾക്കും മറ്റു ജനതകൾ പോലെ ആകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം. ജനങ്ങൾ പറഞ്ഞത് സാമുവേൽ കർത്താവിൻ്റെ മുമ്പിൽ ഉണർത്തി. അവിടുന്ന് അവനോട് പറഞ്ഞു, അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. സാമുവേൽ ഇസ്രായേലരോട് പറഞ്ഞു, ഓരോരുത്തരും താങ്കളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. 1 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 9-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സാമുവേലിൻ്റെ അടുക്കൽ. ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു. അവൻ അബിയേലിൻ്റെ മകനായിരുന്നു. അബിയേൽ സെരോറിയുടെയും സെരോർ ബക്കോറാത്തിൻ്റെയും ബക്കോറാത്ത് അഫിയായുടെയും പുത്രനായിരുന്നു. അഫിയ ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു. കിഷിന് സാവുൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു. അവൻ്റെ തോളൊപ്പം ഉയരമുള്ള ആരുമുണ്ടായിരുന്നില്ല. ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ കാണാതായി. അവൻ സാവൂളിനോട് പറഞ്ഞു, ഒരു ഭൃത്യനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക. അവർ എഫ്രായിം മലനാട്ടിലും ശലിഷാദേശത്തും അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഷാലിം ദേശത്തും തിരക്കി, അവിടെയും ഇല്ലായിരുന്നു. അനന്തരം ബെഞ്ചമിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സൂഫിൻ്റെ ദേശത്തെത്തിയപ്പോൾ സാവുൾ ഭൃത്യനോട് പറഞ്ഞു, നമുക്ക് തിരികെ പോകാം, അല്ലെങ്കിൽ പിതാവ് കഴുതകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി ആകുലചിത്തനാകും. ഭൃത്യൻ പറഞ്ഞു, ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു പക്ഷേ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും.
സൗൽ അവനോട് ചോദിച്ചു, നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി. അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഭൃത്യൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ 1/4 ശക്കൽ വെള്ളിയുണ്ട്, അത് അവന് കൊടുക്കാം. നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കൊള്ളാം, നമുക്ക് പോകാം. സൗൽ പറഞ്ഞു. അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതികളോട് ചോദിച്ചു, ദീർഘദർശി ഇവിടെ എങ്ങാനുമുണ്ടോ? ഉണ്ട്, അവർ പറഞ്ഞു. അതാ നിങ്ങളുടെ മുമ്പിൽ പോകുന്നു, വേഗം ചെല്ലുവിൻ. അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേയുള്ളൂ. ഇന്ന് മലമുകളിൽ ജനങ്ങൾക്ക് ഒരു ബലി സമർപ്പിക്കാനുണ്ട്. പട്ടണത്തിൽ ചെന്നാലുടനെ ഭക്ഷണം കഴിക്കാൻ മലമുകളിലേക്ക് പോകുന്നതിനു മുമ്പ് അവനെ നിങ്ങൾക്ക് കാണാം. അവൻ ബലി അർപ്പിക്കുന്നതിനു മുമ്പ് ജനങ്ങൾ ഭക്ഷിക്കുകയില്ല. ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ പോയിക്കോളൂ, ഉടനെ അവനെ കാണാം. അവർ പട്ടണത്തിൽ ചെന്നു മലമുകളിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കണ്ടു. സൗൽ വന്നതിൻ്റെ തലേ ദിവസം കർത്താവ് സാമുവേലിന് വെളിപ്പെടുത്തിയിരുന്നു. നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിൻ്റെ അടുക്കൽ അയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. സൗൽ സാമുവേലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ്. സൗൽ പട്ടണവാതിൽക്കൽ വെച്ച് സാമുവേലിനെ സമീപിച്ച് ചോദിച്ചു, ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരുമോ? സാമുവേൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. മലമുകളിലേക്ക് എൻ്റെ മുമ്പേ നടന്നുകൊള്ളുക. ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ളത് പറഞ്ഞു തരാം. 3 ദിവസം മുമ്പ് കാണാതായ കഴുതകളെക്കുറിച്ച് ആകുലചിത്തനാകേണ്ട. അവയെ കണ്ടു കിട്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിൻ്റെ പിതൃഭവനത്തിലേക്കുള്ളവർക്കും അല്ലയോ? സൗൽ പ്രതിവചിച്ചു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? അതിൽ തന്നെ ഏറ്റവും വലിയ കുടുംബമല്ലേ എൻ്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നോടിങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്? അനന്തരം സാമുവേൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 30ഓളം വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തിരുത്തി. പാചകനോട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക. പാചകൻ കാൽക്കുറുക്ക് കൊണ്ടുവന്ന് സാവുളിന് വിളമ്പി. സാമുവേൽ പറഞ്ഞു, നിനക്കു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണിത്, ഭക്ഷിച്ചാലും. വിരുന്നുകാരോടൊത്ത് ഭക്ഷിക്കുന്നതിന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അന്ന് സാവുൾ സാമുവേലിനോടൊത്ത് ഭക്ഷിച്ചു. അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി. വീടിൻ്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറായിരുന്നു. സാവുൾ അവിടെ കിടന്നുറങ്ങി. സാവുൾ അഭിഷിക്തനാകുന്നു. പ്രഭാതമായപ്പോൾ സാമുവേൽ വീടിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് സാവുളിനെ വിളിച്ചു, എഴുന്നേൽക്കുക, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. സാവുൾ എഴുന്നേറ്റ് അവനോടുകൂടി വഴിയിലേക്ക് ഇറങ്ങി. നഗരപ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവേൽ സാവുളിനോട് പറഞ്ഞു, ഭൃത്യനോട് മുമ്പേ പോയിക്കൊള്ളാൻ പറയുക. അവൻ പോയി കഴിയുമ്പോൾ 1 നിമിഷം ഇവിടെ നിൽക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ നിന്നോട് പറയാം. 1 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 10-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവുളിൻ്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും. ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിലെ സെൽസാഹിൽ രാഹേലിൻ്റെ ശവകുടീരത്തിന് സമീപം 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടി എന്നും
നീ അന്വേഷിച്ച കഴുതകളെ കണ്ടു കിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എൻ്റെ മകനെ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിൻ്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപമെത്തുമ്പോൾ ബഥേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ 3 ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും. രണ്ടാമൻ 3 അപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 അപ്പം നിനക്ക് നൽകും. അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബെയയിലുള്ള ദൈവത്തിൻ്റെ മലയിൽ നീ എത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങിവരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തുകൊള്ളുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ 7 ദിവസം നീ കാത്തിരിക്കുക. സാവൂൾ സമൂവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാവൂളും ഭൃത്യനും ഗിബെയയിൽ എത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളിനെ മുമ്പ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിൻ്റെ മകന് എന്തു പറ്റി? സാവൂളും പ്രവാചകനോ? അവിടത്തുകാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവാരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി. സാവൂളിൻ്റെ പിതൃസഹോദരൻ അവനോടും ഭൃത്യനോടും ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? കഴുതകളെ തിരക്കി പോയതായിരുന്നു. അവയെ കാണായികയാൽ ഞങ്ങൾ സാമുവേലിൻ്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. സാമുവേൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവേൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല. സാമുവേൽ ജനത്തെ മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിലും നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരുക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും ക്രമത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവിൻ. അനന്തരം സാമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി. മത്രി കുടുംബത്തിനാണ് കുറി വീണത്. അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി കിഷിൻ്റെ മകനായ സാവൂളിനെ കുറിയിട്ട് സ്വീകരിച്ചു. എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല. അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. അവൻ ഇതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ മറ്റാരെയുംക്കാൾ അവൻ്റെ ശിരസ്സും തോളും ഉയർന്നു നിന്നിരുന്നു. സാമുവേൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ? അവനെപ്പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നീനാൾ വാഴട്ടെ എന്ന് ജനം ആർത്തു വിളിച്ചു. അനന്തരം സാമുവേൽ രാജധർമ്മത്തെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു. അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിൻ്റെ മുമ്പിൽ വച്ചു. പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. സാവൂളും ഗിബെയയിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു. എന്നാൽ ചില കുബുദ്ധികൾ ചോദിച്ചു, നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ? അവർ അവനെ അധിക്ഷേപിച്ചു. കാഴ്ചയൊന്നും അവർ
കൊടുത്തുമില്ല. അവൻ അത് ഗൗനിച്ചില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.